Hello, in this section we are discussing about the transportation and depositional work by the running water. First, the transportation. River obtain the eroded materials and transport them from one place to another. The size and amount of load and the velocity of streams determine their transporting power. The sediment load carried by the rivers is divided into two, suspended load and bed load. ട്രാൻസ്പോർട്ടേഷൻ ഇറോഷൻ ചെയ്ത് വരുന്ന മെറ്റീരിയൽ റിവർ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ട്രീമിൻ്റെ വെലോസിറ്റി, അതിൻ്റെ സ്പീഡും, അതുമാത്രമല്ല അതിലടങ്ങിയിരിക്കുന്ന ഇറോഡഡ് മെറ്റീരിയൽസിൻ്റെ സൈസും എമൗണ്ടുമായിരിക്കും. ഇപ്പോൾ ഒരു നദിയുടെ സ്പീഡ് വളരെ കുറവാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും വളരെ കുറവായിരിക്കും. ഇനി ഒരു നദിയിൽ അതിൽ ക്രമാതീതമായിട്ടുള്ള ലോഡാണുണ്ടെങ്കിൽ അവിടെയും ട്രാൻസ്പോർട്ടേഷൻ കുറവായിരിക്കും. ഇനി കുറച്ച് കമ്പാരിറ്റീവ്ലി മീഡിയം സൈസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉള്ളതെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ സൈസ് ഓഫ് എമൗണ്ട് ഓഫ് ലോഡും ഒപ്പം തന്നെ വെലോസിറ്റി ഓഫ് റിവേഴ്സുമാണ് ട്രാൻസ്പോർട്ടിംഗ് പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു സ്ട്രീം ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ ക്യാരി ചെയ്യുന്ന ലോഡിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സസ്പെൻഡഡ് അല്ലെങ്കിൽ വാഷ് ലോഡും, അതായത് ഉപരിതലത്തിൽ കൂടി തെന്നി നീങ്ങുന്ന ലോഡും, ബെഡ് ലോഡും. ഒരു നദിക്കകത്തൂടെ, സ്ട്രീമിനകത്തൂടെ പോകുന്ന ലോഡിനെ ബെഡ് ലോഡ് എന്ന് വിളിക്കുന്നു. Then the transportation type. After erosion, the eroded material get transported with the running water, and this transportation of eroded materials is mainly carried in four ways: traction, sortation, suspension, solution. Traction. The heavier and larger rock fragments like gravels, pebbles, etc. are forced by the flow of river to roll along its bed. These fragments can be seen leaping and jumping. This process is known as traction, and the load transported in this way is called traction load. ഒരു നദി അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ അതിലടങ്ങിയിരിക്കുന്ന ഇറോഡഡ് മെറ്റീരിയലിനെ 4 രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഒന്നാമത് ട്രാക്ഷൻ. ട്രാക്ഷനിൽ വലിയതും അതുപോലെ തന്നെ ഹെവിയറുമായിട്ടുള്ള റോക്ക് പാർട്ടിക്കിൾസ്, പ്രത്യേകിച്ച് ഗ്രേവൽസ്, പെബിൾസ് തുടങ്ങിയവയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ജമ്പിങ്ങും ലീപ്പിങ്ങും റോളിങ്ങും ഒക്കെ വഴിയാണ്. അതും ഒരു നദിയുടെ ബെഡിലാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഇത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന, ട്രാക്ഷൻ വഴി നടക്കുന്ന മെറ്റീരിയൽസിനെ വിളിക്കുന്നത് ട്രാക്ഷൻ ലോഡ് എന്നാണ്. Second is sortation. Some of the fragments of the rock move along the bed of a stream by rolling and sliding continuously, and this process is called sortation. Sortation traction പോലെ തന്നെയാണ്. ഇതിലും റോക്ക് ബെഡിലാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അതും റോളിങ്ങും സ്ലൈഡിങ്ങും വഴി. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽസിന്റെ സൈസ് കമ്പാരിറ്റീവ്ലി ട്രാക്ഷൻ മെറ്റീരിയൽസിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കും. സസ്പെൻഷൻ. The holding up of small particles of sand, silt and mud by the water as the stream flows is called suspension. ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് ആയ സാൻഡും സ്ലിറ്റും മഡും ഒക്കെ തന്നെ ഒരു നദിയുടെ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിന്റെ മുകളിൽ കൂടെ സസ്പെൻഡ് ചെയ്ത് ഒഴുകുന്നതിനാണ് സസ്പെൻഷൻ എന്ന് വിളിക്കുന്നത്. സൊല്യൂഷൻ. Some parts of the rock fragments dissolved in the river water and is transported. And this is called solution transportation. Solution ആ വേർഡിൽ തന്നെയുണ്ട്. റോക്കിലുള്ള ചില മെറ്റീരിയൽസോ അല്ലെങ്കിൽ മിനറൽസോ വെള്ളത്തിൽ അലിഞ്ഞ് ഡിസോൾവ് ആയിട്ട് ഒഴുകുന്ന പ്രോസസ്സിനെയാണ്, ട്രാൻസ്പോർട്ട് ചെയ്ത് നീങ്ങുന്നതിനെയാണ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. റിവറിന്റെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് കാണിച്ചിരിക്കുന്ന ഒരു പിക്ചറാണ്. ഇവിടെ നോക്കാം. സസ്പെൻഷൻ. ഇവിടെ ഏറ്റവും ഫൈനർ ആയിട്ടുള്ള ക്ലേ, മഡ് തുടങ്ങിയ മെറ്റീരിയൽസ് സസ്പെൻഡ് ചെയ്ത് ക്യാരി ചെയ്യുന്നതിനാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷനിലാണെങ്കിൽ ഒരു റോക്കിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസിനെ ഡിസോൾവ് ചെയ്ത് കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ട്രാക്ഷനും സോർട്ടേഷനും ഉണ്ട്. രണ്ടും ഏതാണ്ട് സിമിലർ ആണ്. പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് റിവർ ബെൽറ്റിലൂടെ ലാർജ് ബൗൾഡേഴ്സും പെബിൾസും ആണ് റോൾ ചെയ്യുന്നതെങ്കിൽ അത് ട്രാക്ഷനും, അതേസമയം സ്മോൾ സ്റ്റോൺസോ പെബിൾസോ സ്ലിറ്റോ ഒക്കെയാണ് ബൗൺസ് ചെയ്തൊക്കെ നീങ്ങുന്നതെങ്കിൽ അത് സോർട്ടേഷനും. Deposition. Deposition is the process of the eroded material being dropped. This happens when a river loses its energy.
ഡെപ്പോസിഷൻ ഇറോഷണൽ പ്രോസസ്സിലെ ഏറ്റവും ഫൈനൽ സ്റ്റേജാണ് ഡെപ്പോസിഷൻ. ഒരു നദി അതിലുള്ള ഇറോഡഡ് മെറ്റീരിയൽസിനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് അതിന് എപ്പോഴാണ് അതിൻ്റെ എനർജി ലൂസ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും. The deposition of load carried by the stream is affected by a variety of factors. Decrease in channel gradient, spreading of stream water over large area, obstructions in channel flow, decrease in the volume and discharge of water, decrease in velocity of streams and increase in the load. ഒരു നദി അതിലുള്ള ലോഡിനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനെ ഒരുപാട് ഘടകങ്ങൾ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഒന്ന്, ഒരു ചാനൽ ഗ്രേഡിയന്റിലെ ഡിക്രീസ്, അതായത് സ്ലോപ്പിൽ എന്തെങ്കിലും ഡിക്രീസ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിപ്പോസിഷൻ നടക്കാം. രണ്ടാമത്തത്, സ്ട്രീം വാട്ടർ ഒരുപാട് ലാർജ് ഏരിയയിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവുകയാണ്, അല്ലെങ്കിൽ ഒരു നാരോ ആയിട്ട് പോയിട്ട് പെട്ടെന്നൊരു വൈഡ് ഏരിയയിൽ അത് സ്പ്രെഡ് ആവുകയാണെങ്കിൽ അവിടെയും ഡിപ്പോസിഷൻ നടക്കാം. മൂന്നാമത്, ഏതെങ്കിലും ഒരു റിവർ ചാനലിന്റെ ഫ്ലോയിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ, ചിലപ്പോൾ ഒരു ബണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും ഡിപ്പോസിഷൻ നടക്കാം. അടുത്തത്, ഒരു നദിയിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ അളവിന് കുറവ് വരുന്നെങ്കിൽ, ഡിസ്ചാർജിന് കുറവ് വരുന്നെങ്കിൽ അവിടെയും ഡിപ്പോസിഷൻ നടക്കാം. അതുപോലെ നദിയുടെ വെലോസിറ്റി, സ്പീഡ് കുറയുകയാണെങ്കിൽ അവിടെയും ഡിപ്പോസിഷൻ നടക്കാം. മാത്രമല്ല, ഒരു നദിക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ ലോഡ്, ഇൻക്രീസ് ഇൻ ദ ലോഡ് ഉണ്ടെങ്കിലും അവിടെയും ഡിപ്പോസിഷൻ നടക്കാവുന്നതാണ്. Then depositional landforms. The major depositional landforms are alluvial fan, alluvial cone, natural levees, braided channels, delta, floodplain, meander and oxbow lakes. ഇതിൽ ഫ്ലഡ് പ്ലെയിനും മിയാണ്ടർ ആൻഡ് ഓക്സ്ബോ ലേക്സും ഇറോഷണൽ ഫീച്ചർ ആയിട്ടും ഡിപ്പോസിഷണൽ ഫീച്ചർ ആയിട്ടും എഴുതാവുന്നതാണ്. ഇറോഷണൽ ഫീച്ചേഴ്സ് പറഞ്ഞ സമയത്ത് ഫ്ലഡ് പ്ലെയിനും മിയാണ്ടർ ആൻഡ് ഓക്സ്ബോ ലേക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Alluvial fan. They are found in the middle course of a river at the foot of a slope or mountain. When the stream moves from the higher level break into the foot slope plane of low gradient, it loses its energy needed to transport much of the slope. Thus, they get dumped and spread as a broad, low to high cone-shaped deposits called alluvial fan. ഒരു നദിയുടെ ഡെപ്പോസിഷൻ ഫീച്ചറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അല്യൂവിയൽ ഫാൻ. ഒരു നദിയുടെ മിഡിൽ കോഴ്സിലുണ്ടാകുന്ന പ്രധാനമായിട്ടും ഒരു മൗണ്ടൻ്റെയോ ഒരു ഹില്ലിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ലോപ്പിൻ്റെയോ ഫൂട്ടിലുണ്ടാകുന്ന ഒരു ഫീച്ചറാണ് അല്യൂവിയൽ ഫാൻ. ഒരു നദി ഏറ്റവും ഒരു ഹൈറ്റിൽ കൂടെ ഒഴുകി വരുന്ന സമയത്ത് പെട്ടെന്ന് അതൊരു വാലിയിലോട്ട് എൻ്റർ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ എനർജിക്ക് ഒരു കുറവ് സംഭവിക്കും. ഇത്തരത്തിൽ എനർജി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഡിപ്പോസിഷനാണ് നടക്കുന്നത്, കൊണ്ടുവരുന്ന ഇറോഡഡ് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ മൗണ്ടിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് ആ താഴത്തെ ഫുഡ് ഹിൽസിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യും. ഇത്തരത്തിലുണ്ടാകുന്ന ലോ ടു ഹൈ കോൺ ഷേപ്പ് ഡെപ്പോസിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് alluvial fan. ഇതാണ് alluvial fan. There is a sorting of material in alluvial fan. The size of sediment decreases outward from the apex of the fan towards the outer margin. Alluvial fansന്റെ മെറ്റീരിയൽസും ഒരു സോർട്ടിംഗ് ആയിട്ടാണ് കാണപ്പെടുന്നത്. സൈസ് പുറത്തോട്ട് വരുന്നതോറും അപെക്സിലോട്ട് വരുന്നതോറും മെറ്റീരിയൽസിന്റെ ഡെപ്പോസിഷൻ കൊണ്ടുണ്ടാകുന്ന ആ ഒരു സൈസ് കുറഞ്ഞ് മെറ്റീരിയൽസിന്റെ സൈസ് കുറഞ്ഞാണ് വരുന്നത്. The slopes of the alluvial fan is gentle and the shape of the alluvial fan is usually semicircular or arcuate. ഇനി alluvial ഫാനിന്റെ സ്ലോപ്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ജെന്റിൽ ആണ്. ഒപ്പം തന്നെ alluvial ഫാനിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആണ്. Alluvial cone. Alluvial cone is formed due to the accumulation of materials always formed at the base of a foothill where there is an abrupt change in the channel gradient. The transporting capacity of the streams decreases enormously at the foothill while they leave the mountains and enter the plain topography because of substantial decrease in their velocity consequent upon decrease in channel gradient. നേരത്തെ പറഞ്ഞതുപോലെ അല്യൂവിയൽ ഫാൻ എങ്ങനെയാണോ ഉണ്ടായി വന്നത് അതേ സെയിം പ്രൊസീജിയർ വഴി തന്നെയാണ് അല്യൂവിയൽ കോണും ഉണ്ടായി വരുന്നത്. ഒരു നദി പെട്ടെന്ന് തന്നെ ഒരു മൗണ്ടൻ ഏരിയയിൽ നിന്ന് ഒരു പ്ലെയിൻ ഏരിയയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി കുറയും, അത് ക്യാരി ചെയ്യുന്ന മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അല്യൂവിയൽ ഫാനും അല്യൂവിയൽ കോൺ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അല്യൂവിയൽ ഫാനിന്റെ സ്ലോപ്പ് കുറച്ചുകൂടെ ജെന്റിലായിരിക്കും. പക്ഷെ അല്യൂവിയൽ കോണിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു 15 ഡിഗ്രി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് അല്യൂവിയൽ കോൺസ്. ഇവിടെ കാണാൻ സാധിക്കും, ഇതാണ് അല്യൂവിയൽ കോൺസ്. ആ ഒരു ഫീച്ചറിന്റെ ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ.
ഫോം ചെയ്യുന്ന രീതിയെല്ലാം സെയിം ആണ്. ആൻഡ് alluvial cones are mainly made up of coarser materials than alluvial fan. alluvial ഫാൻസിന് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ alluvial കോൺസിലുള്ളത് കുറച്ചുകൂടെ കോഴ്സർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. Compound alluvial fan. Sometimes residues of alluvial fans are formed along the pediment zone. They grow in size and are ultimately coalesced to form an extensive fan which is called compound alluvial fan. എപ്പോഴും ഒരു അലൂവിയൽ ഫാൻ ഫോം ചെയ്യുന്നത് ഒരു മൗണ്ടന്റെ ഫുഡ് ഹിൽസിലായിരിക്കും. ആ ഒരു സോണിനാണ് പീഡ്മെന്റ് സോൺ എന്ന് വിളിക്കുന്നത്. ചില സമയത്ത് ഒന്നിൽ കൂടുതൽ അലൂവിയൽ ഫോംസ് ഒരു സ്ഥലത്ത് ഫോം ചെയ്യാം. ഇത്തരത്തിലുള്ള അലൂവിയൽ ഫോംസ് എല്ലാം കാലക്രമേണ ഗ്രോ ചെയ്ത് ഒരുമിച്ചാവാം. അങ്ങനെ ഒരുമിച്ചാകുന്ന ഇത്തരത്തിലുള്ള അലൂവിയൽ ഫാൻസിനെ വിളിക്കുന്നതാണ് കോമ്പൗണ്ട് അലൂവിയൽ ഫാൻ. Then pavement alluvial fan. The most extensive compound alluvial fans form undulating and sloping alluvial plain in front of a pavement zone. Such plain is called pavement alluvial fan. നേരത്തെ പറഞ്ഞ കോമ്പൗണ്ട് അലൂവിയൽ ഫാൻസ് കാലക്രമേണ ഒരു പ്ലെയിൻ സർഫസ് ആയിട്ട് മാറുകയും അത്തരത്തിലുള്ള പ്ലെയിനെയാണ് പീഡ്മെന്റ് അലൂവിയൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. അതൊരു മൗണ്ടന്റെ ഫൂട്ടിലായതുകൊണ്ടാണ് അതിനെ പീഡ്മെന്റ് അലൂവിയൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. Natural levees. Levees occur in the lower course of a river when there is an increase in the volume of water flowing downstream and flooding occurs. Sediment that has been eroded further upstream is transported downstream. മറ്റൊരു ഡിപ്പോസിഷണൽ ഫീച്ചറാണ് നാച്ചുറൽ ലെവി. നാച്ചുറൽ ലെവിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കാണുന്നത് ഒരു നദിയുടെ ഏറ്റവും അവസാനത്തെ ലോവർ കോഴ്സിലാണ് നാച്ചുറൽ ലെവീസ് കാണപ്പെടുന്നത്. പ്രധാനമായിട്ട് ഇത് ഫ്ലഡിങ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഡൗൺ സ്ട്രീമിൽ വാട്ടർ കണ്ടന്റ് കൂടുമ്പോഴാണ് നാച്ചുറൽ ലെവീസ് പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത്. ഒരു നദിയുടെ അപ് സ്ട്രീമിൽ നിന്ന് ഇറോഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഡൗൺ സ്ട്രീമിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു ഫീച്ചറാണ് നാച്ചുറൽ ലെവീസ്. പ്രത്യേകിച്ച് ഒരു ഫ്ലഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു നദിക്ക് അതിന് എനർജി ലൂസാകുകയും അത് ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന മെറ്റീരിയൽസ് അത് നദിയുടെ സൈഡുകളിൽ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പിന്നീട് വീണ്ടും ഒരു ഫ്ലഡ് വരുന്ന സമയത്ത് അതിന്റെ മുകളിൽ അടുത്ത ഡെപ്പോസിഷൻ നടത്തുന്നു. നദിയുടെ നടുക്കും വീണ്ടും ഡെപ്പോസിഷൻ ഉണ്ടാകുന്നു. വീണ്ടും അടുത്തൊരു ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും മുകളിലും കൂടുതൽ ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നു, താഴെയും അതുപോലെ തന്നെ ഡിപ്പോസിഷൻ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ഡിപ്പോസിഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഫീച്ചറാണ് നാച്ചുറൽ ലെവീസ്. ഒരു നദിയുടെ രണ്ട് ഫ്ലഡ് പ്ലെയിൻസിന് രണ്ട് തീരങ്ങളിലും ഒരു മതില് പോലെ കാണപ്പെടുന്ന ഒരു ഫീച്ചറാണ് നാച്ചുറൽ ലെവീസ്. Braided channel. When selective deposition of coastal materials causes the formation of a central bar, it diverts the flow of river towards the banks which increases lateral erosion. ബ്രൈഡഡ് ചാനൽ ഉണ്ടാവുന്നത് ഒരു നദി ഒഴുകുകയാണ്. ആ നദിയിൽ ഒരു ഡെപ്പോസിഷൻ, പ്രത്യേകിച്ച് കോഴ്സർ മെറ്റീരിയൽസിന്റെ ഡെപ്പോസിഷൻ നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സെൻട്രൽ പോർഷനിൽ ഒരു ബാർ ഉണ്ടാവുകയും ഈ ബാർ അവിടെ തടസ്സമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നദിക്ക് കൂടുതലായിട്ട് ഒഴുകാൻ സാധിക്കാതെ വരികയും അത് അതിന്റെ സൈഡിലുകളിലേക്ക്, അതിന്റെ ബാങ്ക്സുകളിലേക്ക് കൂടുതലായിട്ട് ഒഴുകുകയും ചെയ്യുന്നത് കാരണം അവിടെ ലാറ്ററൽ എറോഷൻ, ബാങ്ക് എറോഷൻ കൂടുകയും ചെയ്യുന്നു. ഇതുപോലെ ഒരു നദിയിൽ ഒരുപാട് ചാനൽസ് ഉണ്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ സെൻട്രൽ ബാർസ് ഇതുപോലെ ഉണ്ടാകുകയും ആ സെൻട്രൽ ബാർസിന്റെ ഫലമായിട്ട് നദി വൈഡൻ ചെയ്യുകയും അവിടെ ലാറ്ററൽ എറോഷൻ കൂടുന്നതും കാരണം ഉണ്ടാകുന്ന ഒരു ഫീച്ചറാണ് ബ്രൈഡഡ് ചാനൽസ്. മുടി പിന്നുന്നതിനെയാണ് ബ്രൈഡഡ് എന്ന് പറയുന്നത്, ബ്രൈഡഡ് ഹെയർ എന്ന് പറയുന്നത്. അതുപോലെ പിന്നിയതുപോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് ബ്രൈഡഡ് ചാനൽസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് ഒരുപാട് ചാനൽസ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ചാനലുണ്ട്, ഇവിടെ ഒരു ചാനലുണ്ട്, ഇവിടെ ഒരു ചാനലുണ്ട്, ഇവിടെ ഒരു ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നടുക്കുള്ള ഭാഗത്ത് എന്തെങ്കിലും കോഴ്സൽ മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്ത ഒരു ബാർ ഉണ്ടായിരുന്നിരിക്കാം. ആ ബാറിന്റെ ഇമ്പാക്റ്റ് കൊണ്ട് തന്നെ ഈ നദിയിൽ നിന്നുള്ള ഫർദർ അങ്ങോട്ടുള്ള മൂവ്മെന്റിനെക്കാട്ടും ബാങ്കിലോട്ടുള്ള, അതായത് സൈഡിലോട്ടുള്ള മൂവ്മെന്റ് കൂടുകയും അവിടെ ലാറ്ററൽ എറോഷൻ നടക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ബ്രൈഡഡ് ചാനലിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന ഒരു റിസൾട്ടന്റ് ഫീച്ചറാണ് റിവറൈൻ ഐലൻഡ്സ്. Delta, the depositional feature, almost triangular in shape at the mouth of a river debouching either in lake or a sea, is called delta. ഒരു നദി ഏറ്റവും അവസാനമായിട്ട് ചെന്ന് നിലം പതിക്കുന്നത് ഏതെങ്കിലും ഒരു ലേക്കിലോ സീയിലോ ഓഷനിലോ ആയിരിക്കാം.
അത് ചെന്ന് ചേരുന്ന ആ സ്ഥലത്ത് ഒരു റിവർ മൗത്തിൽ ഉണ്ടാകുന്ന ട്രയാങ്കുലർ ഡെപ്പോസിഷണൽ ഫീച്ചറിനെയാണ് ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ആദ്യമായിട്ട് ഡെൽറ്റ എന്ന വേർഡ് യൂസ് ചെയ്തത് ഗ്രീക്ക് ലെറ്ററായ ഡെൽറ്റയിൽ നിന്നാണ്. യൂസ് ചെയ്തത് ഗ്രീക്ക് ഹിസ്റ്റോറിയനായ ഹെറഡോട്ടസ് ആണ്. നൈൽ നദിയുടെ തീരത്തുള്ള ട്രയാങ്കുലർ ഡെപ്പോസിഷണൽ ഫീച്ചറിനാണ് അദ്ദേഹം ആദ്യമായി ഡെൽറ്റ എന്ന് വിളിച്ചത്. ഇനി ലോകത്തുള്ള നദികൾ നോക്കിയാൽ സ്മോൾ ആയാലും ലാർജ് ആയാലും അത് ഡെൽറ്റാസ് ഫോം ചെയ്യുന്നുണ്ട്. ഡെൽറ്റാസിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ഫ്യൂ സ്ക്വയർ കിലോമീറ്റേഴ്സ് മുതൽ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ഉദാഹരണം പറയുന്നെങ്കിൽ ഗംഗ ഡെൽറ്റ, സുന്ദർബൻ ഡെൽറ്റയ്ക്ക് എക്സാമ്പിൾ ആണ്. Conditions for delta formation. First, suitable place in the form of shallow sea and lake shore. ഒരു ഡെൽറ്റ ഫോം ചെയ്യാൻ ഒരുപാട് കണ്ടീഷൻസ് നെസസറി ആയിട്ടുണ്ട്. അതിൽ ഒന്നാമത് എന്ന് പറയുന്നത് ഒരു ഡെൽറ്റ ഫോം ചെയ്യുന്നത് ഷാലോ സീയിലോ ലേക്ക് ഷോറിലോ ആയിരിക്കും. ആഴം കുറഞ്ഞ കടലോ അല്ലെങ്കിൽ ലേക്കിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ലോങ് കോഴ്സസ് ഓഫ് റിവേഴ്സ്. റിവറിന്റെ ലെങ്ത് കൂടുതലായിരിക്കണം. ലെങ്ത് കൂടുതലാണെങ്കിൽ മാത്രമേ കൂടുതൽ സെഡിമെന്റ്സ് ക്യാരി ചെയ്തുകൊണ്ട് വരുവാനും ഡിപ്പോസിറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. തേർഡ്, മീഡിയം സൈസ് ഓഫ് സെഡിമെന്റ്സിന്റെ സൈസ് മീഡിയം ആയിരിക്കണം. വളരെ കുറച്ച് സൈസാണ് ഉള്ളതെങ്കിൽ അത് ലേക്സിലോട്ടോ അല്ലെങ്കിൽ ഓഷനിലോട്ടോ സീയിലോട്ടോ ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി സൈസ് കൂടുതലാണെങ്കിൽ ഒരു റിവർ വരുന്ന വഴിക്ക് തന്നെ ഡെപ്പോസിഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ക്യാരി ചെയ്യുന്ന സെഡിമെന്റ്സ് എന്ന് പറയുന്നത് വളരെ മീഡിയം ആയിരിക്കണം. ദെൻ റിലേറ്റീവ്ലി കാം ഓർ ഷെൽട്ടേർഡ് സീ അറ്റ് ദ മൗത്ത് ഓഫ് ദ റിവർ. ഒരു റിവറിന്റെ മൗത്തിൽ കാണപ്പെടുന്ന സീ എന്ന് പറയുന്നത് വളരെ കാം ആയിരിക്കണം. അവിടെ ടൈഡൽ ആക്ടിവിറ്റിയോ മറ്റു കറൻസിന്റെ ആക്ടിവിറ്റിയോ ഒന്നും തന്നെ പാടില്ല. ദെൻ ലാർജ് എമൗണ്ട് ഓഫ് സെഡിമെന്റ് സപ്ലൈ. ഇഷ്ടംപോലെ സെഡിമെന്റ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെഡിമെന്റ് സപ്ലൈ ഉണ്ടായിരിക്കുന്ന സ്ഥലമായിരിക്കണം. ദെൻ ആക്സിലറേറ്റഡ് റേറ്റ് ഓഫ് ഇറോഷന്റെ കാച്ച്മെന്റ് ഏരിയ ഓഫ് ദ കൺസേൺ റിവർ. ഒരു റിവറിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ ഇറോഷൻ ആക്ടിവിറ്റി കൂടുതലായിരിക്കണം. ഇറോഷൻ ആക്ടിവിറ്റി കൂടുതലാണെങ്കിൽ മാത്രമേ കൂടുതൽ മെറ്റീരിയൽസും സെഡിമെന്റ്സും കിട്ടുകയുള്ളൂ. ഇവിടെ ഡെൽറ്റയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കാച്ച്മെന്റ് ഏരിയയിലുള്ള ഇറോഷൻ വളരെ കൂടുതലായിരിക്കണം. ദെൻ ഓൾമോസ്റ്റ് സ്റ്റേബിൾ കണ്ടീഷൻ ഓഫ് ദ സീ കോസ്റ്റ് ആൻഡ് ഓഷൻ വാട്ടർ. അത് ട്രാഗ്രഷൻ, റിഗ്രഷൻ തുടങ്ങിയ പ്രോസസ്സ് ഒന്നും തന്നെ, അതായത് സീയുടെ അപ്പ് ഹെല്ലിങ് അങ്ങനെയുള്ള പ്രോസസ്സ് ഒന്നും തന്നെ നടക്കാത്ത വളരെ കാം കണ്ടീഷൻ ആയിട്ടുള്ള ഒരു സീ ആയിരിക്കണം ഡെൽറ്റ ഫോർമേഷന് വേണ്ടി ഉള്ളത്. Structure of delta. A delta mainly consists of 3 layers: top set bed, foreset bed, bottom set bed. Top set bed. The top set bed represents the uppermost bed of a sediment of delta. They are quite extensive, wide and gentle in slope, and they represent delta plains. ഒരു ഡെൽറ്റയിൽ പ്രധാനമായിട്ട് 3 ലെയർ ആണുള്ളത്. ഒന്നാമത്തെ ടോപ്പ് സെറ്റ് ബെഡ്. ടോപ്പ് സെറ്റ് ബെഡ് എപ്പോഴും ഒരു സീ ലെവലിന് മുകളിൽ കാണപ്പെടുന്ന ബെഡാണ് ടോപ്പ് സെറ്റ് ബെഡ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത വളരെ എക്സ്റ്റെൻസീവ് ആണ്, വളരെ വൈഡ് ആണ്. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ജെന്റിൽ ആണ്. ഇതിനെ ഡെൽറ്റ പ്ലെയിൻസ് എന്ന് വിളിക്കാം. രണ്ടാമത്തത് ഫോർസെറ്റ് ബെഡ്. The series of steeply dipping beds inclined towards the sea are called foreset beds, which are always under the sea water. സീ വാട്ടറിന് അടിയിൽ കാണപ്പെടുന്ന, അതേസമയം സീയിലോട്ട് ഇൻക്ലൈൻ ചെയ്ത് കാണപ്പെടുന്ന ഡിപ്പിംഗ് ബെഡ്സിനെയാണ് ഫോർസെറ്റ് ബെഡ് എന്ന് വിളിക്കുന്നത്. Then bottom set bed. The lowest bed is called a bottom set bed because they rest on the sea bottom. ഏറ്റവും താഴത്തെ ലെയറിനെയാണ് ബോട്ടം സെറ്റ് ബെഡ് എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്നത് സീ വാട്ടറിന്റെ അടിയിലാണ്, സീ ബോട്ടത്തിലാണ് ഇത് കാണപ്പെടുന്നത്. Then types of delta: arcuate delta, bird-foot delta, estuarine delta, truncated delta, blocked delta, abundant delta, cuspide or toe-shaped delta, and lacustrine delta. Arcuate delta. It is a fan-shaped delta, a bowed or curved delta with a convex margin facing the body of water. Relatively coarse sediments are formed in this type of delta. The river activity is balanced with the wind. ആർക്വേറ്റ് ഡെൽറ്റ ഫാൻ ഷേപ്പിൽ അല്ലെങ്കിൽ ബോയുടെ ഷേപ്പിൽ അല്ലെങ്കിൽ കർവേച്ചർ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ഡെൽറ്റയാണ് ആർക്വേറ്റ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇതിന്റെ കോൺവെക്സ് മാർജിൻ ആണ് വാട്ടറിനെ ഫേസ് ചെയ്ത് കാണപ്പെടുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിലുള്ള സെഡിമെന്റ്സ് എന്ന് പറയുന്നത് വളരെ കോഴ്സ് ആയിരിക്കും. ഇനി ഒരു റിവർ ഡെൽറ്റയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതേ ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതാണ് നദി കടൽ തീരത്ത് ചെന്ന് ചേരുന്നു. അതിന്റെ ഷേപ്പ് ഒരു ഫാൻ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ബോ ഷേപ്പാണ്. ഇനി ഈ ഒരു ഷേപ്പിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വിൻഡിന്റെ ആക്ടിവിറ്റി കൂടെ ഉണ്ട്. ഇതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഈജിപ്തിലെ നൈൽ ഡെൽറ്റയും അതുപോലെ ഇന്ത്യയിലെ ഗാഞ്ചസ് ഡെൽറ്റയും. Then bird's foot delta or finger delta, named because it forms like a bird foot claw. രണ്ടാമത്തത് ബേർഡ് ഫുട്ട് ഡെൽറ്റ അല്ലെങ്കിൽ ഫിംഗർ ഡെൽറ്റ. ആ ഒരു പേര് വരാൻ കാരണം തന്നെ ആ ഡെൽറ്റയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ബേർഡിന്റെ ഫൂട്ടിലെ ക്ലോ പോലെയാണ്. അത് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു ഡെൽറ്റയാണ്. ഒരു പക്ഷിയുടെ കാലിലെ വിരലുകൾ പോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് അതിനെ ബേർഡ്സ് ഫുട്ട് ഡെൽറ്റ എന്ന് വിളിക്കുന്നത്.
and this shape is created when the waves are weak and river flow is stronger. ഇത്തരത്തിലുള്ള ഷേപ്പ് വരാൻ കാരണം ഇവിടെ റിവർ ഫ്ലോ വളരെ സ്ട്രോങ്ങറും പക്ഷെ ഇവിടെ ഉള്ള വേവിന്റെ ആക്ഷൻ വളരെ കുറവുമായിരിക്കും, വളരെ വീക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡെൽറ്റാസ് ഫോം ചെയ്യുന്നത്. Formed due to the deposition of finer materials by the river water. കമ്പാരിറ്റീവ്ലി ഒരു ഡെൽറ്റ ഫോം ചെയ്യുമ്പോൾ മീഡിയം സൈസ് മെറ്റീരിയൽസ് ആണ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ബേർഡ് ഫുഡ് ഡെൽറ്റ ഒരു പ്രത്യേകത, ഇവിടെ വളരെ ഫൈനർ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഡെപ്പോസിഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു ഡെൽറ്റയാണ്. അത് നിൽക്കാൻ കാരണം അവിടുത്തെ വേവ് ആക്ഷൻ വളരെ കുറവായതുകൊണ്ടാണ്. Deposited alluvial materials divides the river into smaller distributaries. Thus, this delta rarely occurs along the ocean coast because the waves are often stronger than the river current. For example, Mississippi River Delta. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത്തരത്തിലുള്ള അലൂവിയൽ മെറ്റീരിയൽസ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കാരണം തന്നെ ആ റിവർ പല പല ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് കൈവഴികളായിട്ട് തെന്നി മാറുകയും അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഡെൽറ്റയാണ്. ആ ഷേപ്പ് അതുകൊണ്ടാണ് അതിന് കിട്ടുന്നത് ബേർഡ് ഫുഡ് ഡെൽറ്റ ആയിട്ട് മാറുന്നത്. ഇനി ഇത്തരത്തിലുള്ള ഡെൽറ്റാസ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാരണം എല്ലാ ഓഷ്യൻസിലും അവിടുത്തെ വേവ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും. വേവ്സ് സ്ട്രോങ് അല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഡെൽറ്റ ഫോം ചെയ്യാറുള്ളൂ. അതിന് ഉദാഹരണമാണ് യുഎസിലെ മിസിസിപ്പി റിവർ ഡെൽറ്റ. Estuarine delta. It is formed at the mouth of submerged rivers depositing down the sides of an estuary. എന്താണ് estuary എന്ന് നോക്കാം. Estuary is a water passage where the tide meets a river current, especially an arm of the sea at the lower end of a river. ഒരു വാട്ടർ പാസേജ് ആണ് ശരിക്കും പറഞ്ഞ എക്സ്റ്റുറി. ഈ ഒരു വാട്ടർ പാസേജിന്റെ പ്രത്യേകത, ഒരു ഓഷനിലെ അല്ലെങ്കിൽ ഒരു സീയിലെ ടൈഡും റിവർ കറണ്ടുമായിട്ട് മീറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് എക്സ്റ്റുറി എന്ന് പറയുന്നത്. ലോകത്തുള്ള പ്രധാന നദികളെല്ലാം ഡെൽറ്റാസ് ആണ് ഫോം ചെയ്യുന്നത്. ഡെൽറ്റാസ് ഫോം ചെയ്യാത്ത റിവേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ഫീച്ചറാണ് എക്സ്റ്റുറീസ് എന്ന് പറയുന്നത്. ഈ ചില നദികൾ സീയിലോട്ട് ഒഴുകുകയും അത് സബ്മേർജ്ഡ് ആയിട്ട് റിവേഴ്സ് ആയിട്ട് ഒഴുകുകയും അതിൻ്റെ മൗത്തിൽ എക്സ്റ്റുറീസിന് താഴെയായിട്ട് ഡെൽറ്റാസ് ഫോം ചെയ്യുകയും ചെയ്യാറുണ്ട്. അത്തരത്തിലുണ്ടാകുന്ന ഡെൽറ്റാസിനെയാണ് എക്സ്റ്റുറൈൻ ഡെൽറ്റ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഫ്രാൻസിലെ സൈൻ റിവർ ഉണ്ടാക്കുന്ന ഡെൽറ്റ, നർമ്മദ, താപ്തി തുടങ്ങിയ നദികൾ ഉണ്ടാകുന്ന ഡെൽറ്റാസ് ആണ്. ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന സൈൻ റിവർ ആണ്. അപ്പോൾ അത് ഇവിടെ ഒരു എക്സ്റ്റുറി ഉണ്ട്. അപ്പോൾ അതിന് താഴെ കാണപ്പെടുന്ന ഡെൽറ്റയാണ് എക്സ്റ്റുറൈൻ ഡെൽറ്റ എന്ന് പറയുന്നത്. Truncated delta. Sea waves and ocean currents modify and even destroy the deltas deposited by the river through their erosional work. Thus, eroded and deserted deltas are called truncated delta. Truncated delta. Sea waveും ഓഷ്യൻ കറൻസും ഈ റിവർ മൗത്തിൽ ഫോം ചെയ്യുന്ന ഡെൽറ്റാസിനെ മോഡിഫൈ ചെയ്യാറുണ്ട്. കാരണം സീ വേവ്സും ഓഷ്യൻ കറൻസും ഇറോഷണൽ വർക്കും ഡിപ്പോസിഷണൽ വർക്കും ഒക്കെ നടത്താറുണ്ട്, റണ്ണിങ് വാട്ടറും റിവറും പോലെ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ റിവർ ഉണ്ടാക്കുന്ന ഡെൽറ്റയെ സീ വേവും ഓഷൻ കറൻസും ഒക്കെ അതിന് ഇറോഷണൽ വർക്ക് വഴി അതിനെ ഡിസ്ട്രോയ് ചെയ്യും. അങ്ങനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ള ഡെൽറ്റാസിനെ വിളിക്കുന്ന പേരാണ് truncated delta. Abundant delta. When the river shifts its mouth, the delta already made is left abundant. Such delta is called abundant delta. ഈ അബൻഡന്റ് ഡെൽറ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ഒരു നദി അതിന്റെ ദിശ മാറുകയും നേരത്തെ ഉണ്ടാക്കിയ ഡെൽറ്റ പിന്നീട് ഫർദറായിട്ടുള്ള ഡിപ്പോസിഷൻ ഒന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഡെൽറ്റയെ വിളിക്കുന്ന പേരാണ് അബൻഡന്റ് ഡെൽറ്റ. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ചൈനയിലെ യെല്ലോ റിവർ ഡെൽറ്റയാണ്. അതുപോലെ ഇന്ത്യയിൽ ഹൂഗ്ലി റിവറിലുള്ള വെസ്റ്റേൺ പാർട്ട് ഓഫ് ബംഗാൾ ഡെൽറ്റയൊക്കെ അബൻഡന്റ് ഡെൽറ്റയ്ക്ക് ഉദാഹരണങ്ങളാണ്. Then blocked delta. Blocked deltas are those seaboard growth is blocked by the sea waves and ocean currents through erosional activities. Blocked delta പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സീയിലോ അല്ലെങ്കിൽ ഓഷനിലോട്ടോ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഡെൽറ്റയുടെ ഫർദർ എക്സ്റ്റൻഷൻ സീ വേവ്സിന്റെ അല്ലെങ്കിൽ ഓഷൻ കറൻസിന്റെ ഇറോഷണൽ ആക്ടിവിറ്റീസ് കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡെൽറ്റയാണ് ബ്ലോക്ക്ഡ് ഡെൽറ്റ എന്ന് പറയുന്നത്. Then Lacustrine delta. It is formed when a river flows into a lake. Example, Loch Lane River Delta in Ireland. സാധാരണ രീതിയിൽ നദികൾ ഒരു ഓഷനിലോ അല്ലെങ്കിൽ സീയുടെ തീരത്തുമാണ് ഡെൽറ്റാസ് ഉണ്ടാക്കുന്നത്. ഇനി അതൊരു നദിയുടെ തീരത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഡെൽറ്റാസിനാണ് ലാക്സ്റ്റുറൈൻ ഡെൽറ്റ എന്ന് പറയുന്നത്. ഉദാഹരണം അയർലൻഡിലെ ലോക്ക് ലീൻ റിവർ ഡെൽറ്റ. Then finally, Cosbite or tooth-shaped delta. It is formed where the sediments are deposited on a straight shoreline with a strong base.
ശക്തമായിട്ടുള്ള വേവ്സ് ഉള്ള സ്ട്രെയിറ്റ് ഷോർ ലൈനിൽ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാവുന്ന ഡെൽറ്റയാണ് ടു ഷേപ്പ് ഡെൽറ്റ അല്ലെങ്കിൽ കസ്പൈഡ് ഡെൽറ്റ. The waves push the sediments to spread outwardly, creating the tooth-like shape. വേവ്സിന്റെ ആക്ഷൻ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡെൽറ്റയ്ക്ക് ആ ഒരു ടൂത്ത് ഷേപ്പ് കിട്ടുന്നത്. ഉദാഹരണത്തിന് ഇറ്റലിയിലെ ടൈബർ റിവർ.